നിങ്ങളുടെ തേനീച്ചക്കൂട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ടോ? എങ്കിൽ ഇതാണ് കാരണം. തേനീച്ചക്കൂട്ടിൽ നിന്നെടുത്ത ഈ അട പ്രത്യക്ഷത്തിൽ നല്ല സുന്ദരനാണെങ്കിലും സൂക്ഷ്മമായ ആ അട നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിലെ പല ഹോളുകളും അടഞ്ഞിരിക്കുന്നതായി കാണുന്നില്ല. സമാനദശയിലാകേണ്ടുന്ന പുഴുക്കൾ സീൽ ചെയ്യാതെ അടയാതെ ഇതുപോലെ ഇരിക്കുകയാണ്. പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നുകിൽ മണ്ടരിയുടെ ആക്രമണമാകാം, അല്ലെങ്കിൽ ലെസർ വാക്സ് മൂത്തിന്റെ ആക്രമണം കൊണ്ടാകാം. കീറി മുറിച്ച് പരിശോധിച്ചപ്പോൾ ലെസർ വാക്സ് മൂത്ത് ആണ് ഇതിന്റെ വില്ലനെന്ന് കണ്ടത്. നമ്മുടെ തേനീച്ചക്കൂട്ടിലെ അടകളുടെ നടുവിൽ കൂടിയാണ് ഇവയുടെ സഞ്ചാരം. തേനീച്ചക്കൂട്ടിലെ കുഞ്ഞുങ്ങളുടെ നീരൂറ്റി കുടിക്കുകയും അതിന്റെ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്താണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വാക്സ് മൂത്തുകളാണ് നമ്മുടെ കൂട്ടിൽ കണ്ടുവരുന്നത്. അതിലൊന്നാണ് ഈ വിരലിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ലെസർ വാക്സ് മൂത്ത്. അതിനെ ഒഴിവാക്കാൻ ആ അട ഉൾപ്പെടെ ആ കൂട്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് നല്ലത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.